നമസ്തേ വിജയമാസ. നമസ്കാരം സർ, വട്ടിയൂർക്കാവ് ഒരു വിസ്മയക്കാവ് എന്നാണ് പറയുന്നത്. സർ, തീവാരും പാറും പോരാട്ടം നടക്കും എന്നാണ് പറയുന്നത്. ത്രികോണ മത്സരം ഇപ്രാവശ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയും UDFും LDFും കട്ടയ്ക്ക് സ്ഥാനാർത്ഥികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു സർ? വട്ടിയൂർക്കാവ് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. കാരണം പഴയ തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവായിട്ട് വരുന്നത്. LDFിനെയും UDFിനെയും ഒക്കെ മാറി മാറി വളർത്തുകയും തളർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഒരു എലൈറ്റ് ക്ലാസ്സാണ്. നായരും ഈഴവരും നല്ല പോലെ ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത് വളരെ നിർണായകമാണ്. ക്രൈസ്തവ വോട്ടുകളുമുണ്ട്. അത് ശരി. ക്രൈസ്തവ വോട്ടുകൾ അതിനിർണായകമാണ്. അതിലാണ് പലരുടെയും കണ്ണ് പോകുന്നത്. പിന്നെ ഈ വട്ടിയൂർക്കാവില് ഇത്തവണത്തെ പോരാട്ടം എന്ന് പറയുന്നത് അതിശക്തമാണ്. ഒന്ന്, സിറ്റിംഗ് MLA ആയ VK പ്രശാന്ത്, തിരുവനന്തപുരത്തിന്റെ പഴയ മേയർ ബ്രോ എന്നൊക്കെ ഒരു വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. യൂത്തിന്റെ ഒക്കെ വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പിന്നീട് മുരളീധരൻ UDFിന്റെ തിരിച്ചു വന്നു. അതുകൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മുരളീധരനെ ഇനി എടുക്കണോ വേണ്ടയോ എന്നുള്ളതും അവിടുത്തെ ജനങ്ങൾ തീർച്ചപ്പെടുത്തും. പിന്നെ ശ്രീലേഖ, ഇതിലാരാ മോശക്കാര്? ആരുമില്ല, വമ്പന്മാരെ എല്ലാവരും. മുരളീധരനെ ഞാൻ ചോദിച്ചോട്ടെ, കരുണാകരന്റെ മകനാണ്, ലീഡറുടെ മകനാണ്, നല്ല തന്ത്രശാലിയാണ്. ഈ മുരളീധരന് ഈ വട്ടിയൂർക്കാവിൽ അന്ന് 2016 നല്ല ജനപിന്തുണ ആർജിച്ചു വന്നതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെ ഈ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. അതെ, എല്ലാരുമായിട്ട് പരിചയം. ശിവൻകുട്ടി അദ്ദേഹത്തിന് പറഞ്ഞ മാതിരി ഇദ്ദേഹം എല്ലാരുമായിട്ട് നല്ല ബന്ധം വെച്ചിരുന്ന ആളാണ്. പക്ഷെ പണ്ട് മുരളീധരൻ ഉണ്ടല്ലോ, പിന്നെ ഇവിടുത്തെ വൈദ്യുതി മന്ത്രിയായിട്ടിരുന്ന സമയത്ത് ബൈ ഇലക്ഷനില് വടക്കാഞ്ചേരിയിൽ തോറ്റുപോയി. അന്നത്തെ മുരളീധരനല്ല ഇപ്പോഴത്തെ മുരളീധരൻ. അന്ന് തോൽക്കാൻ കാരണം എന്ന് ചോദിച്ചാല് വോട്ട് ചോദിക്കാൻ പോകുന്നത് കാറിന് പുറത്തിറങ്ങത്തില്ല, ഗ്ലാസ് പോലും താക്കത്തില്ല, വേനൽക്കാലമാണ്, താഴോട്ട് ഇറങ്ങത്തില്ല. ആ മുരളീധരൻ അല്ല ഇപ്പോൾ. മുരളീധരന് അവിടുത്തുള്ള വോട്ടർമാരെ കണ്ടാൽ പോലും വണ്ടി നിർത്തി കുശലാന്വേഷണം നടത്തി പേര് വിളിച്ച് അങ്ങനെ ഒരു ബന്ധം വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കിയെടുത്തപ്പോഴാണ് ഈ വട്ടിയൂർക്കാവിൽ നിന്ന് ഈ കോൺഗ്രസ്സുകാർ നേരെ വടകരയ്ക്ക് വണ്ടി കയറ്റി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞാണ് അങ്ങോട്ടേക്ക് വിട്ടത്. എന്തു പറ്റി? ഇവിടെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് കൈവിട്ടുപോയി. VK പ്രശാന്ത് ജയിച്ചു. ഇതേ സ്ഥിതിയാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും ഉണ്ടായത്. അടൂർ പ്രകാശിനെ കൊണ്ടുവന്ന് ആറ്റിങ്ങലിൽ മത്സരിപ്പിച്ചു, പോയില്ലേ? അവിടെ പിന്നെ ജനീഷ് കുമാർ CPMന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു വന്നു, CPM. അത് 2 മണ്ഡലവും അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടുപോയി ഇല്ലാതാക്കി. ഇപ്പോൾ 2016 CPM 3ാം സ്ഥാനത്ത് പോയതാണ് വട്ടിയൂർക്കാവില്. അന്ന് മുരളീധരന് പിന്നെ TN സീമയാണ് പിന്നെ CPMന്റെ സ്ഥാനാർത്ഥി, കുമ്മനം രാജശേഖരന്. TN സീമ 3ാം സ്ഥാനത്താക്കി 2ാം സ്ഥാനത്തേക്ക് വന്നു BJP. അങ്ങനെ 2ാം സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് BJP വട്ടിയൂർക്കാവിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അപ്പം പിന്നെ VK പ്രശാന്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെയും വന്നു. പിന്നീട് 21 തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചു. ഇപ്പൊ ഒരു ടൈം കൂടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ശ്രീലേഖ BJPയുടെ സ്ഥാനാർത്ഥി. അത് ഞാൻ ചോദിക്കണം വെച്ചാല്, ഇപ്പൊ മേയർ കൗൺസിലർ ആയി കഴിഞ്ഞപ്പോ മേയർ സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ചു, അത് കിട്ടിയില്ല. പുള്ളിക്കാരത്തിക്ക് അതിനെക്കുള്ള വിഷമമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടും പുതിയതായിട്ടല്ലേ അവിടെ വന്നത്. അപ്പൊ ജനങ്ങൾ അതേ അംഗീകാരം കൊടുക്കുവോ എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരാൾ വന്നു ഇനി ഇവിടെ ഞങ്ങളെ ഭരിക്കണോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരില്ലേ? കാരണം പ്രശാന്ത് അവിടെ നല്ല രീതിയിൽ കാലുറപ്പിച്ച് നിൽക്കുകയാണ്. അല്ല, ഈ പിന്നെ ശ്രീലേഖ തിരുവനന്തപുരത്തുകാർക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പൊ അഞ്ച് തന്നെ വിചാരിക്കത്തില്ലേ ശ്രീലേഖ തിരുവനന്തപുരത്തിന്റെ മേയറായി വന്നിരുന്നേ കൊള്ളാം എന്ന് ധരിച്ചിട്ടില്ലേ? കാരണം അതൊരു ഒരു വലിയൊരു പ്രൊഫൈലാണ് ശ്രീലേഖ. ഈ ട്രഡീഷണൽ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഒന്നുമല്ല, IPS കാരിയാണ്. പിന്നെ ചിലരൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പഴയ ബ്യൂറോക്രാറ്റ് സ്വഭാവമൊക്കെ കാണിക്കും. അത് പിന്നെ എന്തായാലും അവരുടെ രക്തത്തിൽ കാണും. IAS കാർക്കും IPS കാർക്കും പഴയ ആ ഒരു
അതൊരല്പം ഉണ്ടാകും. പക്ഷെ എന്നാലും കൂടുതലും പെണ്ണുങ്ങൾക്കാണ് കേട്ടോ അവർ വരണമെന്ന് വലിയൊരു ആഗ്രഹം. കാരണം അവരൊരു ജസ്റ്റിസിന്റെ ഒരു മൂർത്തിയാണെന്ന് നമുക്കൊരു ഫീൽ വരും. അതാണ് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും വി കെ പ്രശാന്തും നിൽക്കുമ്പോൾ ശ്രീലേഖയുടെ നീക്കം വിജയിക്കാൻ പോകുന്നത് അവിടെ ആയിരിക്കും. തിരുവനന്തപുരത്ത് കഴിയുകയാണ് ശ്രീലേഖ. തിരുവനന്തപുരത്തെ നന്നായിട്ട് അറിയാം. തിരുവനന്തപുരത്തുകാർക്കും ശ്രീലേഖയെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇപ്പൊ വിജയിച്ചിരിക്കുന്നത് ശാസ്തമംഗലം വാർഡിൽ നിന്നാണ്. അത് കൗൺസിൽ മേയറാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് വട്ടിയൂർക്കാവ് BJP എ ക്ലാസ് മണ്ഡലത്തിൽപ്പെടുത്തിയിരിക്കുന്നതാണ്. കാരണം അവിടെ ഉള്ള ഏതാണ്ട് നല്ല പങ്ക് വാർഡുകളും ഇവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പില് BJPക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ കെ മുരളീധരൻ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു വട്ടിയൂർക്കാവില്. അദ്ദേഹം അങ്ങ് ഗുരുവായൂർ പോയി മത്സരിക്കുകയാണെന്ന് പറഞ്ഞു. ഗുരുവായൂരാണെങ്കിൽ അത് ലീഗിന്റെ സീറ്റാണ്. ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന് കൊടുക്കാം, വെച്ചു മാറാൻ തയ്യാറാണ്. ലീഗിന്റെ സീറ്റിൽ ലീഗിന്റെ കോട്ടയിൽ പോയി മത്സരിച്ചാൽ അവിടെ വേറെ പാരപണിയൊന്നും ഉണ്ടാകത്തില്ല. ഉള്ള വോട്ട് കിട്ടി സേഫ് ആയിരിക്കും. കാരണം മുരളീധരനെ ഒരുപാട് പേര് കോൺഗ്രസിനകത്ത് പാര വെച്ചിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ അദ്ദേഹം പരാജയപ്പെട്ടതിന്റെ കാരണവും അങ്ങനെയാണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തുറന്നു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല മുരളീധരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തിരുവനന്തപുരം നന്നായിട്ട് മനസ്സിലാക്കി, വട്ടിയൂർക്കാവ് മനസ്സിലാക്കി. 10 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ തദ്ദേശ കോർപ്പറേഷനിൽ നേരത്തെ 2020. ഇപ്പൊ അത് 20 സീറ്റിലെത്തിച്ചു. മാന്യമായ ഒരു സംഖ്യയിൽ എത്തിക്കാൻ മുരളീധരന് സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഇത് സ്റ്റഡി ചെയ്തിട്ടാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത്. മുരളീധരൻ അല്ലാതൊന്നും എടുത്തു ചാടത്തില്ല, ഒന്നും കാണാതെ എടുത്തു ചാടില്ല എന്നുള്ളത് ഉറപ്പാണ്. നല്ല ഇരുത്തം വന്ന പൊളിറ്റീഷ്യൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർ തിരിച്ചു കൊണ്ടുവന്നത് വട്ടിയൂർക്കാവ്. കാരണം വട്ടിയൂർക്കാവ് അവരുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള നല്ല ഉറപ്പായി പോയല്ലോ. അപ്പൊ പിന്നെ തിരിച്ച് ഇദ്ദേഹം വന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ളൊരു ഇതിലായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ആരെ ഇറക്കിയാലും കിട്ടത്തില്ല, ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പം ശക്തമായ ത്രികോണ മത്സരമായിരിക്കുന്നത്. പക്ഷെ മുരളീധരൻ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് വേറൊരു കുഴപ്പം കൂടെ സംഭവിക്കാൻ പോവുകയാണ്. അവിടെ സീറ്റ് കുറയും അല്ലെ. RSSകാര് മുഴുവൻ തയ്യാറെടുത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ട്. പടയൊരുക്കമാണ്. കാരണം കുമ്മനം രാജശേഖരനെ 2021 നേമത്ത് പരാജയപ്പെടുത്തിയതിന്റെ അരിശം നിൽക്കുകയാണ്. അത് അങ്ങോട്ട് അടങ്ങിയിട്ടില്ല. അതിന്റെ കാരണക്കാരൻ മുരളിയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എവിടെ ഇട്ടും ഞങ്ങൾ തോൽപ്പിക്കും. കേരളത്തിലുള്ള RSSകാർ മുഴുവൻ വട്ടിയൂർക്കാവിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഈ RSSന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്രയും വളരെ പ്രധാനമല്ലേ. BJPയുടെ എവിടെ ഏത് സീറ്റിലുള്ള വിജയത്തിന്റെയും പിന്നിൽ RSSന്റെ അധ്വാനം. അപ്പൊ മുരളീധരൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവൻ RSSകാരായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇനി ഇവിടെ ഈ ക്രൈസ്തവ വോട്ടുകൾ നന്നായിട്ടുണ്ട്. പട്ടം, നാലാഞ്ചിറ ഭാഗങ്ങളിൽ അല്പം ക്രൈസ്തവ മേഖലയാണ്. ഇത് ആരെ സ്വാധീനിക്കും? അത് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസിനെയാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്, ഓപ്പൺലി അവർ പറയാറുണ്ട്. പക്ഷെ ഇപ്പോ ആ കാറ്റൊന്ന് മാറി വീശി തുടങ്ങി. ന്യൂനപക്ഷ വോട്ടുകള് മാറി തുടങ്ങി. പണ്ട് നമ്മൾ പറയും പിന്നെ ഈ പോളിംഗ് ശതമാനം കൂടുമ്പോഴൊക്കെ പറയുന്നത് അത് കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും. പിന്നെ ഈ നാട്ടും പ്രദേശത്തൊക്കെ തന്നെ ഈ ക്രൈസ്തവരിൽ കൂടുതൽ പങ്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പോയി വോട്ട് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം പോകുന്ന എല്ലാം ക്രിസ്ത്യാനികളാണ് എന്ന് പറയും. അത് കോൺഗ്രസിനുള്ളതാണ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കും. ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി എന്നുള്ളതാണ്. കോൺഗ്രസ് ഒക്കെ ക്രിസ്ത്യാനികളൊക്കെ കോൺഗ്രസിൽ നിന്നൊക്കെ അകന്നു. അതിനകത്ത് മാറ്റം സംഭവിച്ചു. ഇപ്പൊ പള്ളിയില് പിന്നെ ബിഷപ്പ് പറയുന്ന അനുസരിച്ച് ഇന്നത്തെ ജനറേഷൻ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ പെരുന്നേല് സുമാരൻ നായർ പറയുന്ന അനുസരിച്ച് ഇന്നത്തെ ജനറേഷൻ വോട്ട് ചെയ്യും. പാവം പറയും. പണ്ട് പള്ളിയിൽ ഇടയലേഖനം വായിക്കും. ഇപ്പൊ അത് വായിക്കുമായിരിക്കും ഇപ്പോഴും. പക്ഷെ അതുപോലൊന്നും എല്ലാവരും അനുസരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കേ, പൂഞ്ഞാറിലും പാലയിലും കാഞ്ഞിരപ്പള്ളിയിലും പ്രധാനപ്പെട്ട BJP സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ക്രൈസ്തവ മുഖങ്ങളാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. പാലയിലെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ PC ജോർജ്. ഇവര് അതിഭയങ്കരമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഷോൺ ജോർജ് വിജയിച്ചില്ല എങ്കിലും വിജയത്തോളം എത്തുന്ന പരാജയമായിരിക്കും ഏറ്റുവാങ്ങാൻ പോകുന്നത്. 2ാം സ്ഥാനം എത്തും. അവിടെ ജോസ് കെ മാണി 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയ ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം നോക്കണേ, ക്രൈസ്തവർ എത്രത്തോളം BJPയിലേക്ക് അടുത്തു എന്ന് മനസ്സിലാക്കണം. അത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ കഴിവാണ്. അത് വേറൊരു കാര്യം. ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർ ഏറ്റവും നല്ല നമുക്ക് ഗുണം ചെയ്യുന്നത് ആര്
എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ നോക്കുമ്പോൾ കാൻഡിഡേറ്റ് നല്ല 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 ഏബിൾ ആയിട്ടുള്ള ആൾക്കാരെ നിർത്തുന്ന ഏത് പാർട്ടി എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്, അല്ലേ? ആയിരിക്കണ്ടേ? പാർട്ടിനെക്കാളും എനിക്ക് തോന്നുന്നു കൂടുതലും അവര് ഇപ്പം ശ്രീലേഖയെ പോലുള്ളവർ, ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ശ്രീലേഖ ആയാലും വി കെ പ്രശാന്തും ഒക്കെ യൂത്തിന് വളരെ ഇഷ്ടപ്പെടും. പക്ഷെ മുരളീധരൻ മോശക്കാരനല്ല. പക്ഷെ വി കെ പ്രശാന്തിന് വോട്ട് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അത് പ്രശാന്തിലേക്ക് യേശുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഈ ഭരണത്തിന്റെ നേട്ടവും കോട്ടവും എപ്പോഴും ആദ്യം അനുഭവിക്കുന്നത് തിരുവനന്തപുരത്തുകാരായ നമ്മളായിരിക്കും. വടക്കുള്ളവർക്ക് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല, നമ്മൾക്കതിന്റെ കാറ്റ് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് പ്രശാന്തിന് ഏതു തരത്തിലുള്ള അപകടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നെന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ശ്രീലേഖ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലരും കരുതും സ്ത്രീജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസ് വോട്ട് ആരും പാരവയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് വോട്ടും മുരളീധരന് കിട്ടും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. അത് ശ്രീലേഖ അത് A+ ആക്കി മാറ്റാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. അപ്പൊ ഏകദേശം എത്ര സീറ്റ്സ് ആയിരിക്കും സാർ നമ്മുടെ തിരുവനന്തപുരം സാറിന് എന്ത് തോന്നുന്നു? തിരുവനന്തപുരത്ത് BJP വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നത് നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും കാട്ടാക്കടയിലുമാണ്. ഈ കാട്ടാക്കടയും കഴക്കൂട്ടവും നമുക്ക് മറ്റൊരു 2 വീഡിയോകളിലായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. ഈ 4 ഇടങ്ങളിൽ ഇവർക്ക് കയറ്റമുണ്ടാകും. വിജയിച്ചാലും നമ്മള് അത്ഭുതം കൂറേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അവര് ഏതാണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കണക്ക് കൂട്ടുന്നത് 2 മുതൽ 10 സീറ്റ് വരെ BJP-ക്ക് കേൾക്കുന്നുണ്ട്. അത് വളരെ നിർണായകമായി മാറും. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 2026 കേരളം ആര് ഭരിക്കണമെന്നുള്ളത് BJP തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞു. ഈ അമിത്ഷാ ആയതുകൊണ്ട് അത് സൂക്ഷിക്കണം. അമിത്ഷാ വെറുതെ പറയുന്ന ഒരാളല്ല, തമാശയല്ല. ഇപ്പൊ തന്നെ പുതിയ ആൾക്കാര് കോൺഗ്രസ് ചാടി BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അതിനി BJP-ക്ക് 5-10 സീറ്റ് കിട്ടിയാലുണ്ടല്ലോ ഈ ഒഴുക്ക് തുടരും. കോൺഗ്രസിൽ നിന്ന് തന്നെയായിരിക്കും. കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇതോടുകൂടി ഇവിടെ കുഴിച്ചു മൂടും. വലിയ നേതാക്കന്മാർ ഉൾപ്പെടെ BJP-യിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ തന്നെ സീറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴും സീറ്റിനെ ചൊല്ലി കലഹത്തിൽ അടിയാണ്. അതിൽ അവർക്ക് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തന്നെ കുറെ പേരുണ്ട് എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസ് അധികാരത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിയോളും നമ്മൾ അതൊരു വലിയ തമ്മിലടിയായിരിക്കും, വൻ കലഹത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ആര് മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു ചോദ്യം നിൽക്കും. അപ്പൊ എന്തായാലും വട്ടിയൂർക്കാവ് നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ്.